നമസ്കാരം. ASEC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. എല്ലാ വീഡിയോയിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ എപ്പോഴും മറന്നു. ഒന്ന് പറയാണ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തതിലേക്ക്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്. 2-3 പാർട്ട് കാണും. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. എല്ലാ പരീക്ഷയിലും ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രോബ്ലങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ. ലോ ലെവൽ പ്രോബ്ലം തൊട്ട് ഹൈ ലെവൽ പ്രോബ്ലം വരെ ഇതിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഇതൊരു എളുപ്പവഴിയിൽ ചെയ്യുന്ന രീതി, അതിനുശേഷം ഇതിൻ്റെ അവസാനം ഞാൻ 1-2 കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് ഇതിൻ്റെ യഥാർത്ഥ വഴി, 2 ഒന്നും ചെയ്യാതെ നമുക്ക് പേനയും ഒന്നും എടുക്കാതെ തന്നെ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു സാധനവും കൂടെ ലാസ്റ്റ് കാണിച്ചു തരാം. പക്ഷെ എപ്പോഴും ആദ്യത്തെ കുറേ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം പഠിപ്പിക്കുന്ന വഴി ഉറപ്പായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. ലാസ്റ്റ് ഒക്കെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഒരാൾ 20,000 രൂപ 10% നിരക്കി 3 വർഷത്തേക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുക എന്ന് വിചാരിക്കുക. കൂട്ടുപലിശയിലാണ് നിക്ഷേപിച്ചത്. യഥാർത്ഥത്തിൽ കൂട്ടുപലിശ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. കൂട്ടുപലിശ നോർമലി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിട്ട് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. എന്നിട്ട് ഇതിൻ്റെ എളുപ്പവഴിയിലേക്ക് കിടക്കാം. അപ്പോൾ 20,000 രൂപ ഒരാൾ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ ഒന്നാമത്തെ വർഷം അയാൾ 20,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു. 1 വർഷം കഴിയപ്പം അയാൾക്ക് അതിൻ്റെ 20,000-ന്റെ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞേക്കുന്നത്, പലിശ നിരക്ക്. ആ 10% കൂടെ പലിശ ഇനത്തിൽ കിട്ടും. എന്ന് വെച്ചാൽ 20,000-ന്റെ 10% കണ്ടെത്താൻ ലാസ്റ്റ് ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ 20,000-ന്റെ 10%. അത് നമ്മൾ 0 കെട്ട് 2,000. ഇപ്പൊ 2,000 രൂപ നമുക്ക് ഒന്നാമത്തെ വർഷം പലിശ ഇനത്തിൽ കിട്ടും. ഓക്കെ. അപ്പൊ പലിശ ഇനത്തിൽ ഇത് നമ്മുടെ മുതലാണ് കേട്ടോ, നമ്മുടെ മുതല്. ഓക്കെ, ഇത് നമ്മുടെ മുതല്. അപ്പൊ ഒന്നാമത്തെ വർഷം 20,000 രൂപ നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. 1 വർഷം കംപ്ലീറ്റ് ആവുമ്പം അതിന്റെ 10%-ആയ 2,000 കൂടെ കിട്ടി 22,000 രൂപയായിട്ട് നമ്മുടെ ബാങ്ക് ബാലൻസ് മാറും. ഇനി അവർ 2,000 രൂപ പലിശ എന്നൊന്നും അവർ നോക്കത്തില്ല. നമ്മുടെ ബാങ്കിൽ ഇപ്പം 22,000 രൂപ ഉള്ളതായിട്ട് അവർ കണക്ക് കൂട്ടും. 22,000 രൂപ ഉള്ളതായിട്ട്. എന്നിട്ട് 2ാം വർഷത്തിന്റെ എൻഡിൽ ഈ 22,000-ന്റെ 10% നമുക്ക് ഇൻട്രസ്റ്റ് തരും. എന്ന് വെച്ചാൽ ഈ 20,000-ഉം ഈ 2,000-ഉം കൂടെ ചേർന്നതാണ് ഈ 22,000. മീൻസ് നമ്മൾ കൊണ്ടിട്ട നമ്മുടെ സ്വന്തമായ 20,000 ഉണ്ട്, പിന്നെ ഈ 2,000 ഉണ്ട്. ഈ 2,000 കഴിഞ്ഞ വർഷം തന്ന പലിശയാണ്. അതുകൂടെ ചേർത്താണ് 22,000. അപ്പൊ അതിനും പലിശ കിട്ടും. അപ്പൊ പലിശയ്ക്കും പലിശ കിട്ടുന്ന അവസ്ഥ ഇതാണ് കൂട്ടുപലിശ. ഓക്കെ. അപ്പൊ ഈ 22,000-ന്റെ 10% ഞാൻ ഇനി കണക്ക് കൂട്ടുന്നില്ല കേട്ടോ. അവസാനത്തെ ഒരു 0 വെട്ടിയും കളഞ്ഞാൽ മതി. 2,200. എന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞ് ഈ 22,000-ഉം 2,200 കൂടെ ചേർത്ത് 24,200 രൂപ കിട്ടും. 22,000 2,200. ഓക്കെ. 22,000 2,000 24,000, പിന്നെ 200 കൂടെ ചേർപ്പ് 24,200. എന്ന് വെച്ചാൽ 10% നിരക്കി 20,000 രൂപ 10% നിരക്കി ഒരു 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന 24,200. മനസ്സിലായോ? ഇതിനകത്ത് എന്തെങ്കിലും നമ്മൾ വലിയ ഇക്വേഷൻസ് ഉപയോഗിച്ചോ? ഇല്ലല്ലോ. എന്തെങ്കിലും എളുപ്പവഴി ഉപയോഗിച്ചോ? ഇല്ലല്ലോ. അതായത് കൂട്ടുപലിശ എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ 1ാം വർഷത്തിന്റെ എൻഡിൽ 1 വർഷം കഴിയപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. 2ാം വർഷത്തിന്റെ എൻഡിൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇനി 3ാം വർഷത്തിന്റെ എൻഡിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്, അപ്പൊ 2ാം വർഷത്തിന്റെ എൻഡിൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? പലിശ അടക്കം 24,200 രൂപ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ മുതല് എന്ന് നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ ബാങ്കുകാർ വിചാരിക്കുക. എന്നിട്ട് അതിന്റെ എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടിട്ട് 20,000, പിന്നെ 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയ 4,200 ചേർന്ന് 24,200-ന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഇനി കിട്ടും. ഓക്കെ. പലിശയ്ക്കും കൂടെ പലിശ കണക്കാക്കും, പലിശയും കൂടെ കൂട്ടി പലിശ കണക്കാക്കും, കൂട്ടുപലിശ. അപ്പൊ ഇതിന്റെ 10%-ആയ 2,420 ലാസ്റ്റ് ഒരു 0 വെട്ടിക്കളഞ്ഞാൽ മതി. അതും കൂടെ ചേർത്തായിരിക്കും 3ാം വർഷത്തിന്റെ എൻഡിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ 24,200-ഉം 2,420 കൂടെ ചേർന്ന് 26,620 രൂപ 3ാം വർഷത്തിന്റെ എൻഡിൽ ലഭിക്കും. ഇങ്ങനെ കാൽക്കുലേഷൻ നടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. സംഭവം മനസ്സിലായോ? 24,200-ഉം 2,420, 24-ഉം 2 26, 26,620 രൂപ. സംഭവം പിടികിട്ടിയില്ലേ? ഇതാണ് കൂട്ടുപലിശ വർക്ക് ചെയ്യുന്ന രീതി.
അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതിന്റെ എളുപ്പവഴി കൂടെ നമ്മൾ ഇത് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പൊ കൂട്ടുപലിശ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ സാധാരണ പലിശയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഈ 20,000ന്റെ 10% 2,000 എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഒന്നാമത്തെ വർഷം 2,000 കിട്ടും, രണ്ടാമത്തെ വർഷം 2,000 കിട്ടും, മൂന്നാമത്തെ വർഷം 2,000 കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കൂട്ടുപലിശയും കൂടെ ആഡായി അതിന് പലിശ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ 3 വർഷം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പലിശ സാധാരണ പലിശയിൽ 2,000 × 3 6,000 രൂപ മാത്രമാണ്. ഇവിടെ 6,620 രൂപയാണ്. കാരണം 20,000 രൂപ നമ്മുടെ സ്വന്തമല്ലേ, ബാക്കിയല്ലേ പലിശ. അപ്പൊ 6,620 രൂപ നമുക്ക് പലിശ ഇനത്തിൽ കിട്ടും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിൽ അതൊരു തടസ്സമല്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് പഠിച്ചു വെക്കാൻ പോവാണ്. നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു നമ്പർ പാറ്റേൺ പഠിച്ചു വെക്കണം. അതിതാണ്. ആദ്യം നിങ്ങൾ 11 ആലോചിക്കണം. 11 ഇച്ചിരി സ്പേസ് ഇട്ട് എഴുതുക കേട്ടോ. എന്നിട്ട് ഈ 11, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന വഴി നിങ്ങൾ നന്നായിട്ടൊന്ന് കേട്ടോണേ. എന്നിട്ട് ഈ 1 ഒന്നുകൂടെ കൂട്ടുക 2, അത് അതിന്റെ സെന്ററിൽ അടുത്ത വരിയിലായിട്ട് എഴുതുക. ഒന്നിന്റെ നടുക്കായിട്ട് അത് 2 കൂടെ കൂട്ടി സെന്ററിൽ നിന്ന് താഴോട്ട് എഴുതുക അടുത്ത വരിയിൽ. എന്നിട്ട് അപ്പുറം ഇപ്പുറം ഈ 11ന്റെ 1 കൊണ്ട് വെച്ച് അങ്ങ് മറയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് 121 കിട്ടും. വീണ്ടും ഈ 1 2 കൂടെ കൂട്ടുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 3. 2 1 കൂടെ കൂട്ടുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 3. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും 1 എഴുതും. ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുക. 4ാമത്തെ സംഖ്യ എഴുതാം. 4ാമത്തെ വരിയിൽ ഇല്ലേ, 4ാമത്തെ വരി എഴുതാൻ നേരത്ത് 4ാമത്തത് എഴുതാവും കേട്ടോ. എന്തോ ഓക്കെ. 1 3 കൂടെ കൂട്ടുക 4, 3 3 കൂടെ കൂട്ടുക 6, 3 1 കൂടെ കൂട്ടുക 4, അപ്പുറം ഇപ്പുറം 1 എഴുതുക. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. 1 4 കൂടെ കൂട്ടുക 5, 6 4 കൂടെ കൂട്ടുക 10, 6 4 കൂടെ കൂട്ടുക 10, 4 1 കൂടെ കൂട്ടുക 5, അപ്പുറം ഇപ്പുറം 1 എഴുതുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് എത്ര വേണേലും എഴുതി പൊക്കൊണ്ടേയിരിക്കാം. അപ്പൊ ഇനി ഇത് എന്തിനാ എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും പറയുന്നു, കൂട്ടുപലിശ നമ്മൾ എളുപ്പവഴിയിൽ പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കൂട്ടുപലിശയിലെ വർഷം നോക്കണം. ഇത് എത്ര വർഷത്തേക്കുള്ള കാൽക്കുലേഷനാണ് നമുക്ക് നടത്തേണ്ടത്? 1 വർഷമാണോ? 1 വർഷമാണെങ്കിൽ പിന്നെ കൂട്ടുപലിശ ഇല്ല ഇവിടെ. 2 വർഷമാണോ? 3 വർഷമാണോ? കാരണം കൂട്ടുപലിശ ചെയ്യണമെങ്കിൽ പലിശയ്ക്കും പലിശ കിട്ടുന്ന അവസ്ഥയെ കൂട്ടുപലിശ. 1 വർഷം കഴിഞ്ഞാലേ നമുക്ക് പലിശ കിട്ടും. അപ്പൊ 1ാം വർഷത്തിൽ കൂട്ടുപലിശയും സാധാരണ പലിശയൊക്കെ സെയിമാ. കാരണം കൂട്ടുപലിശ വർക്കാവണമെങ്കിൽ നേരത്തെ പലിശ കിട്ടിയിട്ടുണ്ടാവണം. 1 വർഷമാകുമ്പോൾ പലിശ കിട്ടത്തില്ലല്ലോ നേരത്തെ. 1 വർഷം കംപ്ലീറ്റ് ആകുമ്പോഴാണല്ലോ പലിശ ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ 1 വർഷത്തിൽ കൂട്ടുപലിശ വർക്കാവും, വല്ല അർദ്ധവർഷവും പാദവർഷത്തിലൊക്കെയാണ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിക്കുന്നുണ്ട്, വഴിയെ പഠിക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കോ. അപ്പൊ 1 വർഷം അല്ല, അതവിടെ നിൽക്കട്ടെ. 2 വർഷമാണെങ്കിൽ നിങ്ങൾ ഈ 2ാമത്തെ വരിയിലെ സംഖ്യകളെ മാത്രം എടുക്കണം. 2 വർഷമാണെങ്കിൽ, അതായത് 1 2 1, ഇത് 11ന്റെ സ്ക്വയർ ആണ് കേട്ടോ, 121. 3 വർഷമാണെങ്കിൽ നിങ്ങൾ 3ാമത്തെ വരിയിലെ നമ്പർ എടുക്കണം. 3ാമത്തെ വരിയിലെ നമ്പർ. 4 വർഷമാണെങ്കിൽ 4ാമത്തെ വരിയിലെ നമ്പർ എടുക്കണം. മാക്സിമം 3 വരെയൊക്കെ പോകത്തുള്ളൂ. 2 3 എപ്പോഴും ചോദിക്കുന്നത്. 2 അല്ലെങ്കിൽ 3, കൂടുതലും 2, പിന്നെ 3, 2 3, പിന്നെ വല്ലപ്പോഴെങ്ങാണം 4 വരത്തില്ല, എന്നാലും 4. 5ലോട്ടൊന്നും പോകത്തില്ല. ഇൻ കേസ് 5 വർഷത്തെ കഥ ചോദ്യത്തിലുണ്ടെങ്കിൽ നിങ്ങൾ 5ാമത്തെ വരിയും എടുക്കണം. ഓക്കെ, അങ്ങനെ എടുക്കണം. ഇനി 6 ഉണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെ അടുത്ത വരി എഴുതിക്കോ. 6 15 20 15 6 1 1. ഇതെടുക്കണം. എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും സംഭവം മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം 11 എഴുതുന്നു, 1 1 കൂടെ കൂട്ടി 2 താഴെ, അപ്പുറം ഇപ്പുറം 1, പിന്നെ 1 2 കൂടെ കൂട്ടി 3, 1 2 1 കൂടെ കൂട്ടി 3, അപ്പുറം ഇപ്പുറം 1, 1 3 കൂടെ കൂട്ടുക 4, 3 3 കൂടെ കൂട്ടുക 6, 3 1 കൂടെ കൂട്ടുക 4, അപ്പുറം ഇപ്പുറം 1, 4 1 കൂടെ കൂട്ടുക 5, 4 6 കൂടെ കൂട്ടുക 10, 6 4 കൂടെ കൂട്ടുക 10, 4 1 കൂടെ കൂട്ടുക 5, അപ്പുറം ഇപ്പുറം 1. ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുക. സംഭവമൊക്കെ അല്ലേ? ശരി, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണെന്ന് നിങ്ങൾ വിചാരിച്ചോ. 20,000 രൂപ 10% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ 3 വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണ് എന്ന് വിചാരിക്കുക. 20,000 രൂപ 10% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. ഇനി 3 തരത്തിൽ ചോദ്യം ഉണ്ടാവാം. 1 20,000 രൂപ 10% നിരക്ക് 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ എത്ര രൂപ തിരികെ ലഭിക്കും? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. തിരികെ ലഭിക്കുന്ന തുക. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ. 2
20,000 രൂപ 10% കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പലിശ, അതായത് എത്ര രൂപ പലിശ ലഭിക്കും? ഓക്കെ, 3 ഒരാള് എ എന്ന് പറയുന്ന ഒരു വ്യക്തി 20,000 രൂപ 10% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. അതായത് എ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ബി എന്ന് പറയുന്ന വ്യക്തി സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റ് നൽകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഓക്കെ, അപ്പൊ ആർക്കായിരിക്കും കൂടുതൽ കിട്ടുന്നത്? പലിശയ്ക്കും പലിശ കിട്ടുന്ന ആൾക്കാർ കൂടുതൽ കിട്ടുന്നത്. മീൻസ് കൂട്ടുപലിശയിൽ നിക്ഷേപിക്കുന്ന ആൾക്കായിരിക്കും കൂടുതൽ കിട്ടുന്നത്. കൂട്ടുപലിശയിൽ നിക്ഷേപിച്ചതാര്? എ. അപ്പൊ എക്കായിരിക്കും ഉറപ്പായിട്ടും ബി എക്കാട്ടിലും കൂടുതൽ ലഭിക്കുന്നത്. അത് എത്രയാണെന്ന് ചോദിക്കും. അതായത് ബി എ അപേക്ഷിച്ച് എക്ക് എത്ര രൂപ കൂടുതൽ ലഭിക്കും? മീൻസ് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് മിക്ക പരീക്ഷയിലും ചോദിക്കുന്നത് കേട്ടോ, ഇത് 3. ഓക്കെ, ഇത് 3 എപ്പോഴും ചോദിക്കുന്നത്. ഒന്ന് 20,000 രൂപ 10% കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന, 3 വർഷം കഴിഞ്ഞ് നമുക്ക് തിരികെ ലഭിക്കുന്ന തുക. 2 എത്ര രൂപ പലിശ ലഭിക്കും? 3 ഇതേ പ്രകാരം ഒരാൾ 20 10% 3 വർഷം സാധാരണ പലിശയിൽ, വേറൊരാൾ 20,000 10% 3 വർഷം കൂട്ടുപലിശയിൽ. 2 പേർക്കും കിട്ടിയ എമൗണ്ടുകളുടെ ഡിഫറൻസ്, കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള എമൗണ്ടുകളുടെ ഡിഫറൻസ്, അത് ചോദിക്കാം. അപ്പൊ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് പറയുവാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് വൺ എത്ര വർഷമാണെന്ന് അന്വേഷിക്കണം. എത്ര വർഷം? 3 വർഷം. അപ്പൊ നിങ്ങൾ മൂന്നാമത്തെ വരിയിലെ നമ്പർ എടുക്കണം. മൂന്നാമത്തെ വരി 1 3 3 1. ഓർക്കുക, ഇത് 11ന്റെ ക്യൂബാണ് കേട്ടോ. ഇത് 11⁴ ആണ്, പക്ഷെ ഇത് 11⁵ അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ആ 1 3 3 1 നിരത്തി പിടിച്ചിങ്ങോട്ട് എടുക്കണം. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ജോലി. 1 3 3 1. 3 വർഷം ആയതുകൊണ്ട് 3 വർഷത്തെ നമ്പർ എടുത്ത്, എന്നിട്ട് നിങ്ങൾ 20,000ന്റെ 10% സൈഡിൽ കണ്ടെത്തണം. അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാനൊരു വഴിക്ക് ഇറങ്ങുമല്ലേ, ഞാൻ കണ്ടുപിടിക്കുകയാണ്. 20,000ന്റെ 10% കണ്ടെത്തണം. 0 0 കട്ട് 0 0 കട്ട് 2000 ഒന്ന് കിട്ടും. പിന്നെ 2000ന്റെ 10% കണ്ടെത്തണം. 2000ന്റെ 10%. ഓക്കെ, 0 0 കട്ട് 0 0 കട്ട് 200 എന്ന് കിട്ടും. പിന്നെ 200ന്റെ 10% കണ്ടെത്തണം. ശ്രദ്ധിക്കണം, എത്ര വർഷമാണോ അത്രയും ടൈംസ് കണ്ടെത്തണം. ഓക്കെ, 3 വട്ടം കണ്ടെത്തണം. നേരെ മറിച്ച് 2 വർഷമായിരുന്നെങ്കിൽ, ഇവിടെ 3 ആയതുകൊണ്ടാണ് ഞാൻ 3 വട്ടം കണ്ടെത്തുന്നത്. 2 ആയിരുന്നെങ്കിൽ നമുക്ക് 2 വട്ടം കണ്ടെത്തിയാൽ മതിയായിരുന്നു. 4 വർഷമാണെങ്കിൽ 1 2 3 പിന്നീട് ഒന്നും കൂടെ കണ്ടെത്തണം, 4 വട്ടം. ഇവിടെ 3 വർഷമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് 3 എണ്ണം മാത്രം കണ്ടുപിടിക്കുന്നു. അപ്പൊ 200ന്റെ 10%. 200ന്റെ 10% എന്ന് പറഞ്ഞാൽ 0 0 കട്ട് 0 0 കട്ട് 20. ഓക്കെ, ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി, നമ്മുടെ 3 വർഷത്തെ നമ്പർ ഇവിടെ മനസ്സിലുണ്ടല്ലോ. 1 3 3 1. ഒന്നാമത്തെ സംഖ്യയുടെ നേരെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച എമൗണ്ട് എഴുതണം. 20,000 രൂപ എഴുതണം. പിന്നീട് ഓരോ സംഖ്യകളുടെ നേരെ നിങ്ങൾ കണ്ടുപിടിച്ച ഓരോ നമ്പരും എഴുതണം. ആദ്യം 2000 എഴുതണം, പിന്നീട് 200 എഴുതണം, പിന്നീട് 20 എഴുതണം. എന്നിട്ട് നമ്മുടെ ജോലി തീരാൻ പോവുക. എന്നിട്ട് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് താപ്പോട്ട് വെക്കണം. അത്രയേ ഉള്ളൂ. 1 × 20,000 20,000. 3 × 2000 6000. 3 × 200 600. 1 × 20 20. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ ഒന്നുകൂടെ 20,000 10% 3 വർഷം. 3 വർഷം ആയതുകൊണ്ട് 3 വർഷത്തെ നമ്പർ എടുക്കുന്നത് 1 3 3 1. ഇത് 11ന്റെ ക്യൂബും കൂടിയാണ്. എന്നിട്ട് 20,000ന്റെ 10% 3 വർഷമായിട്ട് 3 വട്ടം ഓർഡറിൽ കണ്ടുപിടിക്കുന്നത്. ആദ്യം 20,000ന്റെ 10% 2000, പിന്നെ 2000ന്റെ 10% 200, പിന്നെ 200ന്റെ 10% 20. ഓക്കെ, പിന്നെ നേരത്തെ എഴുതിയ സംഖ്യ 1 3 3 1ന്റെ ഒന്നാമത്തെ സംഖ്യയുടെ നേരെ ഈ 20,000 എഴുതുന്നു. പിന്നീട് കണ്ടുപിടിച്ച ഓരോ എമൗണ്ടും ഓരോ സംഖ്യകളുടെ നേരെ എഴുതുന്നു. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് താപ്പോട്ട് വെക്കുന്നു. ഇനി നമ്മുടെ ചോദ്യം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം വായിച്ചു നോക്കുന്നു. നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? അപ്പോൾ ഒന്നുകിൽ ചോദ്യം തിരികെ ലഭിക്കുന്ന തുകയാവാം. തിരികെ ലഭിക്കുന്ന തുകയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടിയാൽ മതി, നമ്മുടെ ഉത്തരത്തിലെത്താം. അതായത് 20,000 പ്ലസ് 6000 പ്ലസ് 600 പ്ലസ് 20. ഇപ്പൊ എല്ലാം കൂടെ കൂട്ടപ്പോൾ എത്ര കിട്ടും? 26,620. 26,620. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കാണിച്ചത്. ശരി, അപ്പം തിരികെ ലഭിക്കുന്ന തുക
പലിശയും മുതലും കൂടെ ചേർത്താൽ തിരികെ ലഭിക്കുന്നത് 26,620. ഇനി അടുത്തൊരു പോയിന്റ്, 20,000 രൂപ 10% കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. എത്ര രൂപ 3 വർഷം കഴിഞ്ഞ് പലിശ ലഭിക്കും? അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ പലിശ എത്ര രൂപ ലഭിക്കുമെന്ന് കണ്ടെത്താൻ നിങ്ങൾ ഇത്ര എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ആദ്യത്തത് നമ്മുടെ സ്വന്തം എമൗണ്ട് ആണ്. അതങ്ങോട്ട് ഒഴിവാക്കുക, മീൻസ് അതിനെ വെട്ടിക്കളയുക, ബാക്കിയുള്ളത് കൂട്ടുക. ഈ കിടക്കുന്നതെല്ലാം പലിശകളാണ്. 6,000 600 20, അതായത് 6,000 + 600 + 20. ഇപ്പൊ എത്ര കിട്ടും? 6,620 രൂപ. അപ്പൊ 20,000 10% കൂട്ടുപലിശ നിരക്കി 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ 6,620 രൂപ. സംഭവം മനസ്സിലായോ? ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. എ എന്ന് പറയുന്ന വ്യക്തി 20,000 രൂപ 10% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ 3 വർഷത്തേക്ക് കൊണ്ടിരുന്ന് ബി എന്ന് പറയുന്ന വ്യക്തി 20,000 രൂപ 10% 3 വർഷത്തേക്ക് സാധാരണ പലിശ നൽകുന്ന ബാങ്കിലും കൊണ്ടിരുന്ന് 3 വർഷം കഴിഞ്ഞ് എക്ക് ഒരു എമൗണ്ട് കിട്ടും, ബിക്ക് ഒരു എമൗണ്ട് കിട്ടും. രണ്ടുപേർക്കും കിട്ടിയ എമൗണ്ടുകളുടെ ഡിഫറൻസ് അത് ചോദിക്കാം. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്ത് 2 പലിശകളുണ്ട്, ഒന്ന് കൂട്ടുപലിശ, ഒന്ന് കൂട്ടുപലിശ, 2 സാധാരണ പലിശ. അപ്പൊ 2 പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ഇതേപോലെ എഴുതിയിട്ട് ആദ്യത്തെ 2 എണ്ണത്തിനെ വെട്ടിയിട്ട് ബാക്കി കൂട്ടിയാൽ മതി. 20,000 6,000 ഈ 2 എണ്ണം അങ്ങ് വെട്ടിക്കളയുക, ബാക്കി കൂട്ടുക. അപ്പം 20,000 6,000 പോയാൽ എത്ര കിട്ടും? 600 + 20 മീൻസ് 620. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതൊക്കെ തന്നെ നമ്മൾ ഇനി പഠിക്കുന്ന അങ്ങോട്ട്. ഓക്കെ, അപ്പൊ തിരികെ ലഭിക്കുന്ന തുക എല്ലാം കൂടെ കൂട്ടുക. പലിശ ആണെങ്കിൽ ആദ്യത്തെ 20,000 നമ്മുടെ സ്വന്തം എമൗണ്ടിനെ വെട്ടിയിട്ട് ബാക്കി കൂട്ടുക. 2 പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ ആദ്യത്തെ 2 എണ്ണത്തിനെ വെട്ടുക, ബാക്കി എത്ര എണ്ണം ഉണ്ടായാലും കൂട്ടുക. അപ്പൊ 2 എണ്ണമുള്ള 2 എണ്ണം കൂട്ടുക. എല്ലാം കൂട്ടുന്ന പരിപാടിയുള്ളൂ, കുറയ്ക്കുന്ന പരിപാടിയില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ കഥ. ഇതാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ ആ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നന്നായിട്ട് വീണ്ടും വാച്ച് ചെയ്യുക. നിങ്ങളത് നന്നായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അത് കണ്ടിട്ട് ബാക്കി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് കാണാതെ ബാക്കി കാണുന്നത് കൊണ്ട് ഒരു ഗുണമില്ല കേട്ടോ. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്ന് വൃത്തിയായിട്ട് വാച്ച് ചെയ്യുക. മീൻസ് ഈ 11 തൊട്ടെന്ന് എഴുതി തുടങ്ങുന്ന സ്ഥലം തൊട്ട് ഈ നിമിഷം വരെ, ഓക്കെ, ഇവിടെ അടിവരെ ഇടുന്നത് വരെ നിങ്ങൾ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഒറ്റ റൗണ്ട് ക്ഷമയോടുകൂടി കാണുക. ഉറപ്പായിട്ടും ഈ പാർട്ടും അടുത്ത പാർട്ടും അതിൻ്റെ അടുത്ത പാർട്ടൊക്കെ ഈസി ആയിരിക്കും. ഓക്കെ, ഈ വീഡിയോയും ഈ വീഡിയോയിലെ എല്ലാ പ്രോബ്ലങ്ങളും അടുത്ത വീഡിയോയിലെ എല്ലാ പ്രോബ്ലങ്ങളും അതിനടുത്ത വീഡിയോയിലെ എല്ലാ പ്രോബ്ലങ്ങളും വളരെ ഈസി ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ പറഞ്ഞുതരാം. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ആവശ്യമില്ലെന്നല്ല. അത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കൂട്ടുപലിശ പൂർണ്ണമാക്കാൻ പറ്റത്തില്ല. കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചെയ്തേക്കാം, പക്ഷെ പൂർണ്ണമാകത്തില്ല. അപ്പൊ അതുകൂടെ പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് കുറെ കഴിഞ്ഞിട്ടൊക്കെ മതി. അപ്പൊ ഇപ്പം നമുക്ക് ഇത് വെച്ച് കുറെ ദൂരം മുമ്പോട്ട് പോവാം. നോക്കാം. ടൈപ്പ് 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന. ഇൻട്രൊഡക്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ പോവുക. ഇൻട്രൊഡക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അത് കണ്ടിട്ട് ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കാണാതെ ഇത് കണ്ടിട്ട് അല്ല, അത് കണ്ടിട്ട് ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് കാണാതെ ഇത് കണ്ടാൽ കുറച്ച് കുഴപ്പങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരാൾ 25,000 രൂപ 8% കൂട്ടുപലിശ ലഭിക്കുന്ന ബാങ്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. എത്ര രൂപ പലിശ ലഭിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരാൾ 25,000 രൂപ 8% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ, അപ്പൊ 25,000 രൂപയാണ്, 8% 2 വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്. നമുക്ക് എത്ര രൂപ പലിശ ലഭിക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം എത്ര വർഷമാണെന്ന് നോട്ട് ചെയ്യണം. 2 വർഷമാണ്. അപ്പൊ 2 വർഷത്തെ നമ്പർ നിങ്ങൾ എഴുതണം. 2 വർഷത്തെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ. 11, പിന്നെ 1 ഒന്നുകൂടെ കൂട്ടി 2, അപ്പുറം 1, 1, 2, 1. ഓക്കെ, അപ്പൊ 121 അല്ലെങ്കിൽ 11ന്റെ സ്ക്വയർ ഓർത്താൽ മതി. 2 വർഷമാണെങ്കിൽ 11ന്റെ സ്ക്വയർ, 3 വർഷമാണെങ്കിൽ 11ന്റെ ക്യൂബ്. ഓക്കെ, അപ്പം 121. അത് ഇച്ചിരി സ്പേസ് ഇട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ജോലി. സ്പേസ് ഇട്ട് അടുപ്പിച്ചല്ല, സ്പേസ് ഇട്ട് എഴുതുക. എന്നിട്ട് ഈ 25,000ന്റെ 8% നിങ്ങൾ തുടർച്ചയായി 2 തവണ കണ്ടെത്തുക. 2 വർഷം ആയതുകൊണ്ടാണ് 2 തവണ കണ്ടെത്തുന്നത്. അപ്പൊ 25,000ന്റെ 8% നമ്മൾ ആദ്യം കണ്ടെത്താൻ പോവാണ്. 25,000ന്റെ 8%, 2 പൂജ്യവും 2 പൂജ്യയുടെ കട്ട് 250 × 8. 250 4 ആവുമ്പോൾ 1000 ആണ്. അപ്പൊ 8 ആവുമ്പോൾ 2000 ആവത്തില്ലേ? 2000. പിന്നെ 2000ന്റെ 8% അത് നമ്മൾ കണ്ടെത്താൻ പോവാണ്. 2000ന്റെ 8%.
ഈ 2 പൂജ്യം 2 പൂജ്യയുടെ കട്ട് 8 16 160. ശ്രദ്ധിക്കണം, 2 വർഷമായതുകൊണ്ട് രണ്ടെണ്ണത്തിൽ ഞാൻ ഒതുക്കി. എന്നിട്ട് ഒന്നാമത്തെ സംഖ്യയുടെ നേരെ നമ്മൾ നേരത്തെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ 1 to 1, അതിൽ ഫസ്റ്റ് സംഖ്യയുടെ നേരെ നിങ്ങൾ 25,000 എഴുതുക. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ട എമൗണ്ട്. പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ച ഓരോ എമൗണ്ടും ഓരോ സംഖ്യയുടെ നേരെ എഴുതുക. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, താപ്പോട്ട് വെക്കുക. 1 × 25,000 നമുക്ക് എത്ര കിട്ടും? 25,000 എന്ന് കിട്ടും. 2 × 2000 2 × 2000 എത്ര കിട്ടും? 4000 എന്ന് കിട്ടും. 1 × 160 എത്ര കിട്ടും? 160 എന്നും കിട്ടും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. നമുക്ക് ഈ 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ പലിശ ലഭിക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പലിശയാണ് നമ്മുടെ ലക്ഷ്യം, കൂട്ടുപലിശ. അത് കണ്ടെത്താൻ നമ്മുടെ സ്വന്തം എമൗണ്ടായി 25,000 വെട്ടിയിട്ട് ബാക്കി കൂട്ടുക. മീൻസ് 4000 പ്ലസ് 160. ഫൈനലി നമുക്ക് 4160 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഓപ്ഷൻ എ 4160. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം. 40,000 രൂപ 5% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന തുക എത്ര എന്നാണ് ചോദ്യം. തുക അതായത് തിരികെ ലഭിക്കുന്ന തുക. ഓക്കെ, ഇപ്പൊ 2 വർഷമാണ്. 2 വർഷത്തെ നമ്പർ ആലോചിക്ക്. 11ന്റെ സ്ക്വയർ 121. സ്പേസ് ഇട്ട് എഴുതും. 40,000ന്റെ 5% തുടർച്ചയായി 2 തവണ കണ്ടെത്തുക. എന്നുവെച്ചാൽ 40,000ന്റെ 5% ആദ്യം കണ്ടെത്തുക. ഈ 2 പൂജ്യവും 2 പൂജ്യയുടെ കട്ട് ചെയ്ത് പോയി. 4 20 2000. പിന്നെ 2000ന്റെ 5% കൂടെ കണ്ടെത്തുക. അപ്പൊ 2000ന്റെ 5% നമ്മൾ കണ്ടെത്തുന്നു. 2 പൂജ്യവും 2 പൂജ്യയുടെ കട്ട് ചെയ്ത് പോയി. 2 10 100. ഓക്കെ, ഒന്നാമത്തെ സംഖ്യയുടെ നേരെ 1 2 1നകത്തെ ആദ്യത്തെ 1ന്റെ തൊട്ട് താഴെ 40,000 എഴുതുക. 40,000. പിന്നീട് നിങ്ങൾ കണ്ടെത്തിയ 2000ഉം 100ഉം ഓരോ സംഖ്യയുടെ നേരെ എഴുതുക. മൾട്ടിപ്ലൈ ചെയ്ത് താപ്പോട്ട് വെക്കുക. 40,000 4000 100. ഇനി നമുക്ക് ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1 × 40,000 40,000, 2 × 2000 4000, 1 × 100 100. ഇത്രയും കണ്ടുപിടിച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ എവിടെ നടക്കുന്നത് കേട്ടോ. ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചോദ്യം എന്ന് നോക്കുക. തുകയാണ് ചോദ്യം. തുക. അപ്പൊ തുകയാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുക. അതായത് 2 വർഷം കഴിഞ്ഞ് നമുക്ക് തിരികെ ലഭിക്കുന്ന തുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുക. 40,000 4000 44,100 കേട്ടോ. ഇവിടെ ഇട്ടാൻ കൂട്ടിയാലും മതി. 40,000 4000 100 കൂട്ടിക്കോ. 0 0 1 4 4 44,100. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ചോദ്യം നമ്പർ 3. 8,000 രൂപ 10% കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ എത്ര രൂപ പലിശ ലഭിക്കും? ഓക്കെ, 8,000 രൂപയാണ്. 10% കൂട്ടുപലിശയിലാണ്. 3 വർഷമാണ്. അപ്പൊ 3 വർഷത്തെ നമ്പർ എങ്ങനെ എഴുതേണ്ടത് മറന്നുപോയോ? 11ന്റെ ക്യൂബാണ് 1331. 1 3 3 1. ഇൻകേസ് മറന്നുപോയാൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആദ്യം 11 എഴുതുക. 1 ഒന്നുകൂടെ കൂട്ടി 2, അപ്പുറം ഇപ്പുറം 1. രണ്ടാം വരി 2 വർഷമാണെങ്കിൽ എടുക്കുക. 1 2 കൂടെ കൂട്ടിയ 3, 2 1 കൂടെ കൂട്ടിയ 3, അപ്പുറം ഇപ്പുറം 1. മൂന്നാം വരി 1 വരി 2 വരി 3 വരി. 3 വരിയാണെങ്കിൽ 3 വർഷം. 4 വരിയാണെങ്കിൽ 4 വർഷമാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കൂട്ടേണ്ടി വരും. 1 3 കൂടെ കൂട്ടിയ 4, 3 3 കൂടെ കൂട്ടിയ 6, 3 1 കൂടെ കൂട്ടിയ 4, അപ്പുറം ഇപ്പുറം 1. നമുക്ക് 3-ാം വർഷമായിട്ട് 3-ാം വരി എടുക്കുന്നു. 1 3 3 1. അപ്പോൾ നമുക്ക് കിട്ടുന്നു 1 3 3 1. സ്പേസ് ഇട്ട് എഴുതി വെക്കുന്നു. എന്നിട്ട് 8,000ന്റെ 10% കണ്ടെത്തുന്നു. 8,000ന്റെ 10% ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. എന്നാലും ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തുവാണ്. 8,000ന്റെ 10% 0 0യുടെ കട്ട് 0 0യുടെ കട്ട് 800. പിന്നെ 800ന്റെ 10% കണ്ടെത്തുവാണ്. 800ന്റെ 10% 0 0യുടെ കട്ട് 0 0യുടെ കട്ട് 80. പിന്നെ 80ന്റെ 10% കണ്ടെത്തുവാണ്. ഈ 2 0 ഈ 2 0 ആയിട്ട് കട്ട് 8. ഒന്നാമത്തെ സംഖ്യയുടെ നേരെ നിങ്ങൾ 8,000 എഴുതി ചേർക്കുന്നു. പിന്നീട് ഉള്ള ഓരോ സംഖ്യയുടെ നേരെയും അവിടെ കണ്ടുപിടിച്ച 800, പിന്നെ 80, പിന്നെ 8. ഒറ്റ നിമിഷം ശ്രദ്ധിക്കുക.
10% ആണെങ്കിൽ വളരെ ഈസിയാണ്. ഈ 8000 ഇവിടെ എഴുതുക, എന്നിട്ട് ഒരു 0 വെട്ടുക. 10% ആണെങ്കിൽ ഒരു 0 വെട്ടുക, ബാക്കി 800 ഇവിടെ എഴുതുക. ഒരു 0 വെട്ടുക, ബാക്കി 80 ഇവിടെ എഴുതുക. ഒരു 0 വെട്ടുക, അടുത്ത 8 ഇവിടെ എഴുതുക. ഇനി 0 വെട്ടാനില്ല, ഇനി അടുത്തത് വീണ്ടും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഡെസിമൽ ഇപ്പുറത്തോട്ട് ആക്കി എഴുതി പോവുക. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് താപ്പോട്ട് വെക്കുക. 1 × 8000 8000, 3 × 8 24 2400, 8 3 24 240, 1 × 8 8. ഇനി ഈ സംഖ്യകളെല്ലാം കൂടെ എടുത്ത് കൂട്ടുന്നതിന് മുമ്പ് എന്തോ കണ്ടുപിടിക്കണ്ട, പലിശ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ പലിശ കണ്ടെത്താൻ ആദ്യത്തെ എമൗണ്ടിനെ വെട്ടുക, ബാക്കി കൂട്ടുക. 2400, 240, 8 ആടി 8 4 6 2, 2648. 2648. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര രൂപ പലിശ ലഭിക്കുമെന്നാണ്. പക്ഷെ ഓപ്ഷനിൽ തുകയും കൂടെ ചേർത്ത് എഴുതിയേക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. അത് ചെക്ക് ചെയ്തില്ല, കുഴപ്പമില്ല. അപ്പൊ എത്ര രൂപ പലിശ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷന് ഉത്തരവില്ല. അപ്പൊ ഉത്തരം എത്ര? 2648. കണ്ടോ, 2648. ഇനി എത്ര രൂപ തിരികെ ലഭിക്കുമെന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ പലിശ വെട്ടുക. പലിശ ആയിരുന്നെങ്കിൽ ഇതാ നമ്മുടെ ഉത്തരം. ഇനി എത്ര രൂപ തിരികെ ലഭിക്കും? അങ്ങനെയാണെങ്കിൽ ഈ 8000 ചേർത്ത് നമ്മൾ കൂട്ടണം. എന്നുവെച്ചാൽ ഇതിനോടൊപ്പം ഒരു 8000 ആഡ് ചെയ്യണം. അപ്പൊ 8000 കൂടെ ആഡ് ചെയ്താ 8 4 6 10 16648 എന്ന് കിട്ടും. 16648 ഓപ്ഷൻ എ ഉത്തരം. അപ്പൊ ഇവിടെ പലിശ വെട്ടി തിരികെ ലഭിക്കുമെന്നാക്കിയാൽ മാത്രം മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, പലിശ ആയിരുന്നെങ്കിൽ 2648, പലിശ അല്ല തിരികെ ലഭിക്കുന്ന തുകയാണെങ്കിൽ 10648. ശുഭം. ഓക്കെ അല്ലേ? അങ്ങനെ ആണെങ്കിൽ നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. നാലാമത്തെ ചോദ്യം, 50000 രൂപ 8% കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന തുക. അപ്പൊ 3 വർഷത്തെ നമ്പർ നിങ്ങൾ എഴുതുന്നു 1 3 3 1. എന്നിട്ട് 50000ന്റെ 8% കണ്ടുപിടിക്കുന്നു. 50000ന്റെ 8%. ഈ 2 0 2 0 കട്ട് ചെയ്ത് 8 5 40 4000 എന്ന് കിട്ടുന്നു. ഓക്കെ, എന്നിട്ട് 4000ന്റെ 8% കണ്ടെത്തുന്നു. 4000ന്റെ 8%. 2 0 2 0 കട്ട് ചെയ്യുന്ന 320. 4 8 32 അല്ലേ, അപ്പൊ 320. ഇനി 320ന്റെ 8% കണ്ടെത്തുന്നു. 1 0 1 0 കട്ട് ചെയ്തോള് 32 × 8 ചെയ്യുന്നു. 8 2 16 3 27 25 256. താഴെ ഒരു 0 കണ്ടോ കട്ട് ചെയ്യാതെ നിൽക്കുന്നേ, അപ്പൊ അത് വലത്തുനിന്ന് ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്യുക. 25.6 എന്ന് കിട്ടും. എന്നിട്ട് ഈ 50000 ഒന്നാമത്തെ സംഖ്യയുടെ നേരെ എഴുതുക. അടുത്ത 4000 അടുത്ത സംഖ്യയുടെ നേരെ എഴുതുക. പിന്നെ 320 ഇവിടെ എഴുതുക. പിന്നെ 25.6 ഇവിടെ എഴുതുക. മൾട്ടിപ്ലൈ ചെയ്ത് താപ്പോട്ട് വെക്കുക. 50000 4000 × 3 അടിക്കുമ്പോൾ 12000 അല്ലേ. 0 320 × 3 3 2 6 3 9 960. 25.6 × 1 25.6 തന്നെയല്ലേ. നമുക്ക് കണ്ടെത്തേണ്ടത് തിരികെ ലഭിക്കുന്ന തുകയായതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടുന്നു. 50000 12000 960 25.6. 0.6 ഇവിടെ വരും. 5 8 9 2 6. അപ്പൊ നമ്മുടെ ആൻസർ 62985.6. 62985.5 ഉണ്ട്. പക്ഷെ എല്ലായിടത്തും 0.5 കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കറപ്പിക്കാം. കാരണം ഏറ്റവും നിയറസ്റ്റ് ഉത്തരം ഇതല്ലേ. ഡെസിമൽ കഴിഞ്ഞിട്ടുള്ളതിന്റെ വേരിയേഷൻ നിങ്ങൾ നോക്കണ്ട. 62985 ഉള്ളത് എവിടാന്ന് നോക്കണം. 62985 ഇവിടെ ഉണ്ട്. 62985 ഇവിടെ ഇല്ല. 62000 വന്നേക്കുന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ 62985.5 ഇവിടെ കിടക്കുന്നത്. 0.6. ഓക്കെ, നമുക്ക് ആ 0.6 കിട്ടിയേക്കുന്നത്. പക്ഷെ 0.5 ഉള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ കറപ്പിക്കാവുന്നതാണ്. 10 പൈസയുടെ വേരിയേഷനേ ഉള്ളൂ. അത് സാരമില്ല, 10 പൈസയുടെ വേരിയേഷൻ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓപ്ഷൻ ഇല്ല എന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല. ഇത് തന്നെ ഉത്തരം കേട്ടോ. അപ്പൊ 62985.5. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ചോദ്യം. 5 ചോദ്യം ഉള്ളതിനകത്ത് ഇപ്പൊ ഈ 5 ചോദ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇത് തന്നെ ഇതിന്റെ 2ാം പാർട്ട് അടുത്ത ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിനകത്തല്ല ഇതേ ഐഡിയ തന്നെ, ക്വസ്റ്റ്യൻ വേറെയാണെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ മീൻസ്
ക്വസ്റ്റ്യൻ ടൈപ്പ് വേറെയാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. 10,000 രൂപ 10% കൂട്ടുപലിശ നിരക്കിൽ 4 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? ഇപ്പൊ 4 വർഷത്തെ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ. 3 വർഷത്തെ ഓർമ്മയുണ്ടെങ്കിൽ അതിൽ പിടിച്ചു കയറിയാൽ മതി. 3 വർഷത്തെ എത്ര? 1 3 3 1. ഇനി 4 വർഷത്തെ എഴുതാം. ഇത് രണ്ടും കൂടെ കൂട്ടുക. അപ്പൊ 4 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുക 6 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുക 4 കിട്ടും. ഇത് അപ്പുറം ഇപ്പുറം 1 എഴുതാം. ഇതാ 4 വർഷത്തെ നമ്പർ. ഓക്കെ, അത് ഇച്ചിരി സ്പേസ് ഇട്ട് എഴുതുക. 1 4 6 4 1. ഇനി 10,000ന്റെ 10% എന്നാ പറയുന്നത്. 10% ഇനി കണ്ടെത്താൻ ഈസി ആണല്ലോ. എന്നാലും ഞാൻ സൈഡിലോട്ട് കണ്ടെത്തുവാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും കണ്ടുപിടിക്കുന്ന ഓക്കെ അല്ലേ? സ്കിപ്പ് ചെയ്തോ. 0 0 കട്ട് 0 0 കട്ട് 1000. അപ്പൊ 1000ന്റെ 10%. 0 0 കട്ട് 0 0 കട്ട് 100. പിന്നെ 100ന്റെ 10%. 100ന്റെ 10% എന്നൊക്കെ കണ്ടുപിടിക്കുന്ന പോലും മണ്ടത്തരമാണ്. 10. ശ്രദ്ധിക്കുക, 4 വർഷം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 4 വട്ടം നിങ്ങൾ കണ്ടെത്തണം. 10ന്റെ 10%. 10ന്റെ 10% എന്ന് പറഞ്ഞാൽ 2 0 2 0 കട്ട് 1 × 1 1. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത് 10,000 ആണ് ഫസ്റ്റ് പ്രിഫറൻസ് അതിന്. പിന്നെ കണ്ടുപിടിച്ച ഓരോന്നും. പിന്നെ ഒരു 1000. ഒന്ന് ശ്രദ്ധിക്കുക, അതാ ഇവിടെ എഴുതാൻ പോന്നെ. 10% DC ആണേ. 10,000ന്റെ ഒരു 0 വെട്ടുക 1000. 1000ന്റെ ഒരു 0 വെട്ടുക 100. 100ന്റെ ഒരു 0 വെട്ടുക 10. 10ന്റെ ഒരു 0 വെട്ടുക 1. ആ കണ്ടുപിടിച്ചതെല്ലാം ആയി. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് താപ്പോട്ട് വെക്കുക. 1 × 10,000 10,000. 1000 × 4 4000. 100 × 6 600. 10 × 4 40. 1. എല്ലാം കൂടെ ആഡ് ചെയ്തോ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷെ അതിന് മുമ്പ് എന്തോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? പലിശയാ ചോദ്യം. ഇപ്പൊ പലിശയാണെങ്കിൽ 10,000 വേണ്ട, ബാക്കി കൂട്ടിയാൽ മതി. 4000 600 40 1. അപ്പൊ 4641. ഓപ്ഷൻ എ ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞു തരാനുണ്ട്. നമ്മൾ ആദ്യം എഴുതിയ 1-2 ക്വസ്റ്റ്യൻസ്, ആ 1-2 ക്വസ്റ്റ്യൻസിന്റെ യഥാർത്ഥ വഴിയും ഇതിപ്പോ നമ്മൾ എളുപ്പ വഴിയാണല്ലോ പഠിച്ചേ. ഒരു യഥാർത്ഥ വഴി, ഇക്വേഷൻ അല്ല, ഇക്വേഷൻ ഉപയോഗിക്കാത്ത യഥാർത്ഥ വഴിയുണ്ട്. ആ യഥാർത്ഥ വഴിയും പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. ആ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ എല്ലായിടത്തും ഒന്നും നടക്കത്തില്ല. റിസ്ക് ഉണ്ട്. പേനയും പേപ്പറും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റും. പക്ഷെ റിസ്ക് ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷനിൽ കിടന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. ചിലപ്പോൾ ഈ കൂട്ടുപലിശയൊക്കെ ആവുമ്പോഴേ ഈ ഡെസിമലൊക്കെ വന്ന് അതെടുത്ത് കളഞ്ഞിട്ടൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടൊക്കെ ഡെസിമൽ ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഓപ്ഷനുകളിൽ കണ്ടുവരാറുണ്ട്. അപ്പൊ അവിടൊക്കെ ആ ട്രിക്ക് ഫെയിൽ ആയിപ്പോവും. ഓക്കെ, അതുകൂടെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പക്ഷെ പഠിക്കണ്ട, അതൊന്ന് മനസ്സിലാക്കുക. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. പുറകിൽ പോയി ഒന്നുകൂടെ പഠിക്കാം. എന്നിട്ട് ഇതങ്ങ് സ്ട്രോങ് ആക്കാം. ഇതിന് അങ്ങോട്ട് ശേഷമുള്ളത് സ്ട്രോങ് ആക്കണമെന്ന് നിർബന്ധമില്ല. ബാക്കിലോട്ടുള്ള ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ, ഈ 5 വരെയുള്ള ക്വസ്റ്റ്യൻ സ്ട്രോങ് ആക്കി വെക്കുക. അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിയാലോ, നമുക്കൊന്ന് നോക്കണം. നമ്മൾ ആദ്യം ഈ ചോദ്യം എല്ലാം പഠിച്ചിട്ടുണ്ട്. ആ വഴി തന്നെ ഫോളോ ചെയ്താൽ മതി. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് വേണ്ടി പറയാൻ വേണ്ടി മാത്രം. ഓക്കെ, ശരി. 40,000 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന തുക. അപ്പൊ 40,000 രൂപയാണ്. അപ്പം നമ്മൾ 40,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി ഇട്ട്. ഓക്കെ, 5% കൂട്ടുപലിശ നൽകുന്നത്. 5% കൂട്ടുപലിശ. അപ്പം നമുക്ക് 1 വർഷം കഴിയപ്പം നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിനോടൊപ്പം 5% കൂടെ ആഡ് ആകും. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 100% ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ 5% കൂടെ ആഡ് ആയി കഴിയപ്പം 1 വർഷം കഴിയപ്പോൾ അത് 105% മാറും. അപ്പൊ 100 പ്ലസ് അതിന്റെ 5% കൂടെ ആഡ് ചെയ്ത് 105% മാറും. എന്ന് വെച്ചാൽ 1 വർഷം കഴിയപ്പം നമ്മുടെ ബാങ്ക് ബാലൻസ് 40,000ന്റെ 105% ആയിരിക്കും. മീൻസ് 105/100. അടുത്ത വർഷം അപ്പം വീണ്ടും ഈ ഇത്രയും ബാലൻസിന്റെ കൂട്ടുപലിശയാണല്ലോ, അപ്പൊ ഇത്രയും എമൗണ്ടിന്റെ 5% കൂടെ ആഡ് ആവും. മീൻസ് അതിന്റെ 105% ആവും. അപ്പൊ 105%. എന്നുവെച്ചാൽ എത്ര വർഷം ഉണ്ടോ, എത്ര വർഷമാണ്? 2 വർഷം. അപ്പൊ 100നോടൊപ്പം ഈ 5 കൂട്ടി 105. അത് 2 തവണ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 തവണ. ഇനി ഇവിടെ 3 വർഷമായിരുന്നെങ്കിൽ 105 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് തിരികെ ലഭിക്കുന്ന തുക കിട്ടും. ഓക്കെ, ഇവിടെ 8% ആയിരുന്നെങ്കിൽ 100 + 8 108. 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തിരികെ ലഭിക്കുന്ന തുക കിട്ടും. ഇനി നേരെ മറിച്ച് 3 വർഷമാണെങ്കിൽ 108 3 തവണ ഗുണിച്ചാൽ മതി. 4 വർഷമാണെങ്കിൽ 4 തവണ. അത്രേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്ന തുക കിട്ടും. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ. ഈ 2 0 ഈ 2 0 8 കട്ട്, ഈ 2 0 ഈ 2 0 8 കട്ട്. ഓക്കെ, ഇനി 105 × 105, 105 × 105 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ ആകും അത് കേട്ടോ. അത് കണ്ടെത്താൻ എളുപ്പമാണ്. ഈ 5ന്റെ സ്ക്വയർ 5 × 5 25 ഇവിടെ എഴുതുക. ഈ 10ഉം തൊട്ടടുത്ത സംഖ്യ 11 മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതുക. 11 × 10 110, 1125 സോറി 11,025 എന്ന് വരും. ഓക്കെ, ഇപ്പൊ 105 × 105 11,025. ഇനി അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. × 4, 4 20 2, 4 2 8 10 1, 1 4 അല്ല 0 1, 1 4 4 4. അപ്പൊ ഫൈനലി നമുക്ക് 44,100 എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി. അപ്പൊ ആ കഥ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയും ചെയ്യാം ഇത്, അല്ലാതെ മറ്റേ നമ്പർ തന്നെ ഉപയോഗിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇവിടെ പറഞ്ഞുതരട്ടെ. വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പാടാ, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ചോദ്യത്തിനകത്ത് തൽക്കാലം ഇതൊന്ന് വായിച്ചളഞ്ഞേക്കാം. നമ്മുടെ ചോദ്യത്തിനകത്ത് 40,000 രൂപ 5% 2 വർഷമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ എല്ലാം അക്കങ്ങളുടെ തുക എടുക്കണം. 4000ന്റെ അക്കങ്ങളുടെ തുക, 4000 അല്ലല്ലോ 40,000ന്റെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടിയ 4 അല്ലേ വരത്തുള്ളൂ. ഈ ഇൻട്രസ്റ്റിനോടൊപ്പം ഒരു 1 ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് 6 കിട്ടും. ഇൻട്രസ്റ്റിനോടൊപ്പം 1 ആഡ് ചെയ്യണം. 1 അത് എന്തിനാ 1 ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ 5% എന്ന് പറഞ്ഞാൽ 100നോടൊപ്പം ആഡ് ചെയ്യുന്നത്. 100ന്റെ യഥാർത്ഥത്തിൽ 1 അക്കങ്ങളെല്ലാം കൂടെ കൂട്ടപ്പോൾ 1, ആ 1ഉം പിന്നെ ഇതിന്റെ 5 കൂടെ ചേർത്തുള്ള 6, അതാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ വഴിയിൽ 105 ആവത്തില്ലേ. അപ്പൊ അതിന്റെ ഈ 105ന്റെ അക്കങ്ങളുടെ തുകയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. മീൻസ് ഇതിനോടൊപ്പം 1 കൂട്ടി വെച്ചാൽ മതി 6. അങ്ങനെ എത്ര തവണ ഉണ്ടെന്ന് നോക്കണം. എത്ര വർഷമാണ്? 2 വർഷം. അപ്പൊ 2 എഴുതണം. എന്നിട്ട് ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണം. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിന്റെ അക്കങ്ങളുടെ തുക വീണ്ടും എടുത്ത് യൂണിറ്റ് പ്ലേസ് ഒറ്റ ഡിജിറ്റിൽ കൊണ്ടെത്തിക്കണം. ഓക്കെ, ചിലപ്പോൾ 2 ഡിജിറ്റിൽ കൊണ്ടെത്തിക്കേണ്ടി വരും. അതൊക്കെ സാഹചര്യം അനുസരിച്ച് നമുക്ക് വഴി പറഞ്ഞുതരാം. അപ്പൊ 6 36, 36 × 4, 36 ഇരട്ടി 72, 154. ഈ 144ന്റെ അക്കങ്ങളെല്ലാം കൂടെ വീണ്ടും കൂട്ടണം. 4 4 8 1 9. ഓക്കെ, അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ 9 എന്ന് പറഞ്ഞാല് ഈ 40,000 രൂപ 5% കൂട്ടുപലിശ നിരക്ക് 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന തുകയുണ്ടല്ലോ, ആ തുകയുടെ അക്കങ്ങളുടെ തുകയായിരിക്കും. അതായത് 40,000ന്റെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി 4, 5%-നോടൊപ്പം 1 കൂട്ടി 6, 2 വർഷം കൊണ്ട് 2 വട്ടം, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6 6 36 × 4 154, അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി 9 കിട്ടി. ഈ 9ന്റെ പ്രത്യേകത, നമുക്ക് തിരികെ ലഭിക്കുന്ന തുക എത്രയാണോ അതിന്റെ അക്കങ്ങളുടെ തുകയായിരിക്കും. നമുക്ക് തിരികെ ലഭിക്കുന്ന തുകയാണല്ലോ ചോദ്യം. ഇതിനകത്ത് അക്കങ്ങളുടെ തുക എല്ലാം കൂടെ ഒന്ന് എടുത്തു നോക്ക്. എവിടാണോ 9 കിട്ടുന്നത് നമ്മുടെ ഉത്തരം. നോക്ക്, 4 4 8, 8 2 10. കിട്ടിയോ? ഇല്ല, ഇത് ഉത്തരവല്ല. 5 4 9 1 10. കിട്ടിയോ? ഇല്ല, ഇത് ഉത്തരവല്ല. 4 4 8 1 9. കിട്ടിയില്ലേ? സാധ്യതയുണ്ട്. 9 കിട്ടിയ അത് ഉത്തരവല്ലെന്നല്ല, ആണെന്നല്ല, സാധ്യത ഉണ്ടെന്നേ ഉള്ളു. കാരണം 9 കിട്ടുന്ന എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഇപ്പൊ 45,000 ആയിരുന്നെങ്കിലോ? നിങ്ങൾ ആലോചിച്ചോ, 9 കിട്ടിയില്ലേ? സാധ്യതയുണ്ട്, അത്രേ ഉള്ളു. ഓക്കെ, അപ്പൊ 4 6 4 10, 10 7 17. 17ന്റെ അക്കങ്ങൾ വീണ്ടും കൂട്ടണം കേട്ടോ. 17ന്റെ അക്കങ്ങൾ കൂട്ടപ്പോ 8. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇവിടെ അക്കങ്ങൾ കൂട്ടണം 1 ആണേ. ഈ 10 കിട്ടിയാലും അക്കങ്ങൾ വീണ്ടും കൂട്ടണം 1. അപ്പൊ നിങ്ങൾ നോക്ക്, 1 9 അല്ല, ഇവിടെ കിട്ടിയ 9 അല്ല, 1 9 അല്ല, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 8. അപ്പൊ ഇത് ഉത്തരവല്ല. അങ്ങനെ 3 എണ്ണം വെട്ടിപ്പോയാൽ നിങ്ങൾക്ക് ചെയ്യാതെ തന്നെ ഉത്തരം കൽപ്പിക്കാം. 9 കിട്ടിയത് ഇവിടെ മാത്രം ഓപ്ഷൻ സി. ഓക്കെ, മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്നും ചുമ്മാ കുഴപ്പമില്ല. നമ്മൾ ആൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞ്. പിന്നെ 1-2 ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 2 കണക്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഇനി ആദ്യം ചെയ്ത ആ ക്വസ്റ്റിനകത്തൂടെ ഒന്ന് പറയാം. എന്നിട്ട് കളഞ്ഞേക്ക്, കാരണം റിസ്ക് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ 1-ൽ കൂടുതൽ ഈ യൂണിറ്റ് ഡിജിറ്റ് എല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്യപ്പം ഡിജിറ്റ് എല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്യപ്പം നിങ്ങൾക്ക് 1-ൽ കൂടുതൽ ഓപ്ഷൻ ഒരേ നമ്പർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉത്തരം ഏതാന്ന് കൺഫ്യൂഷൻ. അപ്പൊ ആ ഇൻവെസ്റ്റ് ചെയ്ത സമയം വേസ്റ്റ്. ഓക്കെ, എന്നാലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നിങ്ങളോട് ഷെയർ ചെയ്തതന്നേ ഉള്ളു. ഓക്കെ, അപ്പൊ അടുത്ത ആദ്യം ചെയ്ത ക്വസ്റ്റിനോട് ഒന്ന് ചെക്ക് ചെയ്താലോ. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എഴുതിയ ചോദ്യം. ഒരാൾ 25,000 രൂപ 8% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു. എത്ര രൂപ പലിശ ലഭിക്കും? ഓക്കെ, 4,160 രൂപ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നിങ്ങൾ നോക്ക്, 25,000 രൂപ
1 വർഷം കഴിയപ്പോഴേ നമുക്ക് 8% പലിശയും കൂടെ കിട്ടും. അപ്പൊ മൊത്തം എത്ര രൂപ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാവും? മീൻസ് നമ്മുടെ മുതലും പലിശയും കൂടെ ചേർത്ത്. മുതൽ എപ്പോഴും 100%. ഈ 100%-നോടൊപ്പം 8% പലിശയും കൂടെ ആഡായി അതിന്റെ 108% കാണത്തില്ലേ? അപ്പൊ 1-ാമത്തെ വർഷം കഴിയപ്പം നമ്മുടെ 108% കാണും. അപ്പൊ 108/100 ശതമാനമായുണ്ട് /100. പിന്നെ വീണ്ടും 2 വർഷമായുണ്ട് അടുത്ത വർഷം അതിന്റെ 108%. മീൻസ് ഇത്ര എമൗണ്ട് നമ്മുടെ 1-ാം വർഷം ബാലൻസ് കാണും, അതിന്റെ 8% കൂടെ അടുത്ത വർഷം ആഡാവും. ഓക്കെ, അപ്പൊ 108% വീണ്ടും കാണും. അപ്പൊ 108% 2-ാം വർഷം കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ 2 വർഷം കഴിഞ്ഞിട്ടുള്ള ബാങ്ക് ബാലൻസ് കണ്ടെത്താൻ എത്ര ശതമാനമാണ് പലിശ നോക്കുക? 8%. അത് 100-നോടൊപ്പം ആഡ് ചെയ്യുക, എന്നിട്ട് അത് ഇതിനോടൊപ്പം 2 വട്ടം നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിനോടൊപ്പം 2 വട്ടം കുടിച്ചാൽ മതി. അപ്പൊ എത്ര രൂപ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് കിട്ടും. മീൻസ് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇക്വേഷൻ ഞാൻ ഇതേവരെ പറഞ്ഞിട്ടില്ല, ഇക്വേഷൻ വഴിയേ പറഞ്ഞുതരും, ഈ വീഡിയോയിലല്ല പിന്നീട് പറഞ്ഞുതരും. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന രീതിയാണിത്. പക്ഷെ ആ ഇക്വേഷൻ ഇല്ലാതെ നമുക്കങ്ങ് ചെയ്യാം. 25,000 × 108/100 × 108/100. ഇതാണ് 2 വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ബാങ്ക് ബാലൻസ്, പലിശയും മുതലൂടെ ചേർത്ത്. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ? ഈ 2 0 ഈ 2 0 ആയിട്ട് കെട്ട്, ഈ 1 0 ഈ 1 0 ആയിട്ട് കെട്ട്. നിങ്ങൾ നോക്കണം ഈ 10ഉം പൂർണ്ണമായിട്ടും മേളിലുള്ള സംഖ്യയായിട്ട് കട്ട് ചെയ്യുമെന്ന്. കട്ട് ചെയ്യുമെങ്കിൽ നിങ്ങളെ കട്ട് ചെയ്യുക, ഇല്ലേ ചെയ്യരുത് കേട്ടോ. ഇത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇവിടെ അവശേഷിക്കുന്ന ഒന്നേ 5 ആയിരിക്കും, അല്ലെ 2 ആയിരിക്കും. 5 ആയാലും 2 ആയാലും പിന്നെ ഒരു ഡിവിഷനോടെ നിങ്ങൾ നടത്തേണ്ടി വരും. അതിനേക്കാൾ നല്ലത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതല്ലേ. ഓക്കെ, നിങ്ങൾ നോക്കി 25-നെ 10-നെ എനിക്ക് 5 വെച്ച് കട്ട് ചെയ്യാം. 25-നെ 5 ആയിട്ട് കട്ട് ചെയ്ത 5 ആണ്, 10-നെ 5 ആയിട്ട് കട്ട് ചെയ്ത 2 ആണ്. 2 108 കൂടെ കട്ട് ചെയ്യാം, 54 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം, പാടാണല്ലേ? എന്നാലും സാരമില്ല. നമുക്കത് നോക്കിയാലോ? 108 × 5 അടിക്കാം, 540 വരത്തില്ലേ? 8×5 40, 500, 540. ഇനി 540 × 54 അടിക്കാം. ഓക്കെ, 0 I4 16 I4 21 21 0 I4 20 I25 26 27. ഓക്കെ, 0 6 1 9 2 എന്ന് വെച്ചാൽ നമുക്ക് 29,160 രൂപ ലഭിക്കും. പക്ഷെ നമ്മുടെ ചോദ്യം എന്തുവാ? എത്ര രൂപ പലിശ ലഭിക്കുമെന്നാണ്. അപ്പൊ പലിശയാണ് കണ്ടെത്തേണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ മുതലിനെ അങ്ങ് മാറ്റിയാൽ പോരെ. എന്നുവെച്ചാൽ 25,000 അല്ലേ നമ്മുടെ മുതല്, അതങ്ങ് മാറ്റിയാൽ പോരെ. 0 6 1 4 4,160. ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഇത് പോകണത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് വേറെ രീതി ചെയ്യാം, അതോടെ കാണിച്ചു തരാം. ജസ്റ്റ് കേട്ടോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എല്ലാം പഠിച്ചു, ഇതൊക്കെ ചെയ്യാനുള്ള എളുപ്പവഴിയൊക്കെ പഠിച്ചു. പിന്നെ ഉറപ്പായിട്ടും ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇച്ചിരി ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. വെറുതെ പറഞ്ഞുതരാം, പക്ഷെ ചെയ്യേണ്ടതെല്ലാം മറ്റേ രീതി വെച്ചാ കേട്ടോ. അപ്പൊ ചെയ്യേണ്ട സംഭവം ഇതാണ്. നമ്മളിതൊന്നും കാൽക്കുലേഷൻ ചെയ്യാതെ നമ്മളിതൊന്ന് ഉത്തരം പറയാൻ പോവാം. 4160 നമ്മുടെ ഉത്തരം. ഒരു കാൽക്കുലേഷനും ഇല്ലാതെ, വലിയ ഒരു മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പോവാം. ശ്രദ്ധിച്ചായിട്ട് വേണം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം. എന്തുവാന്ന് വെച്ചാൽ ഇതിനകത്തായി നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടല്ലോ, അതിനകത്തെ എമൗണ്ടുകളെല്ലാം കൂടെ, അതിനകത്തെ ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടണം. ഓക്കെ, ഡിജിറ്റുകൾ ഞാൻ അതിങ്ങോട്ടൊന്ന് എഴുതാം. 25,000 8%. ഓക്കെ, 2 വർഷമാണ്. ആ 2 അവിടെ ഇരുന്നോട്ടെ, 2 വർഷം അതവിടെ ഇരുന്നോട്ടെ. 25,000 8%. നിങ്ങൾ ഇതിനകത്തെ ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടണം. ഇതിനകത്തെ ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 7 കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ 8 ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനോടൊപ്പം നിങ്ങൾ എപ്പോഴും 1 കൂട്ടണം. 1 കാര്യം നമ്മൾ എപ്പോഴും 100 + 8 108 എന്നാണ് എടുക്കുന്നത്. 108. അപ്പൊ 108 ആകുമ്പോൾ അവിടെ ഒരു 1, 100ന്റെ ഒരു 1 കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തെ ഡിജിറ്റുകളുടെ സമ്മ നമ്മൾ എടുക്കുന്നത്. അപ്പൊ 8ഉം ആ 100ഉം 108 ആവുന്നത് കൊണ്ടാണ്. അപ്പൊ അത് നിങ്ങൾ അവിടെ നിൽക്കട്ടെ. എപ്പോഴും ഇൻട്രസ്റ്റിനോടൊപ്പം ഒരു ജസ്റ്റ് ഒരു 1 കൂടെ കൂട്ടണം. അപ്പൊ 8നോടൊപ്പം 1 കൂട്ടി എത്ര? 9. അങ്ങനെ എത്ര വർഷമാണോ അത്രയും ഈ 9 എഴുതണം. 9. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 8 ഇൻട്രസ്റ്റ് റേറ്റ്, അതിനോടൊപ്പം ജസ്റ്റ് 1 കൂട്ടുന്നു 9. എത്ര വർഷമുണ്ടോ അത്രയും ടൈംസ് എഴുതുന്നു. പിന്നെ ഇതിനകത്തെ ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടുന്നു 7. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നു. നമുക്ക് നോക്കിയാലോ. 9 9 81 7 7 7 8 7 56.
567 എന്ന് കിട്ടും. ആ 567-നകത്ത് ഡിജിറ്റിന്റെ സം എടുക്കുന്നു. 6 5 11 7 18. എന്നിട്ട് 8 1 9. ഇത്രയും ചെയ്തു പോന്നു. 8 1 9. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേറെ സത്യം അറിയാം. ഇനി നിങ്ങൾ ഇവിടെ 9 വന്ന സ്ഥിതിക്ക് ഇതിന്റെ ഫൈനൽ വ്യൂ എപ്പോഴും 9 വരത്തുള്ളൂ കേട്ടോ. ഇവിടെ എവിടെങ്കിലും ഒരു 9 കിടപ്പുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിന്റെ ഫൈനലി 9 വരത്തുള്ളൂ. പിന്നെ വേറെ മൾട്ടിപ്ലിക്കേഷന്റെ ആവശ്യം വരുന്നില്ല. എന്നാലും ഞാനത് ആദ്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്, ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അതായത് ഇതിന്റെ ഡിജിറ്റുകളെല്ലാം സം എടുക്കുന്നു 7, ഇതിന്റെ 8 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനോടൊപ്പം 1 കൂട്ടുന്നു 9. 2 വർഷം വേണ്ടി 2 എണ്ണം എഴുതുന്നു. 3 വർഷമാണ് നമ്മൾ 3 എണ്ണം എഴുതിയതിനെ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധിക്കണം, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിന്റെ ഡിജിറ്റിന്റെ സം എടുക്കുന്നു 18. വീണ്ടും അത് കൂട്ടുന്നു 9. ഇതിനകത്ത് എവിടെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും 9 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഫൈനലി 9 വരത്തുള്ളൂ. ഇത്ര ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ്, ഇതെന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ നമുക്ക് തിരികെ ലഭിക്കാൻ പോകുന്ന സംഖ്യകളുടെ തുകയുടെ അക്കങ്ങളുടെ തുകയായിരിക്കും. വേണേ കണ്ടുപിടിച്ച് കൂട്ടി നോക്കിയോ. അതായത് നമുക്ക് തിരികെ ലഭിക്കാൻ പോകുന്ന ഒരു തുകയുണ്ടല്ലോ, എമൗണ്ട്, അതിൻ്റെ അക്കങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് പോകുമ്പം കിട്ടുന്ന ആ ഒരു നമ്പർ ആയിരിക്കും ഇത് 9 ആയിരിക്കും. ശരിയല്ലേ? ശരി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ 9-ൽ നിന്ന് ഇവിടുത്തെ ഡിജിറ്റുകളുടെ സം എടുക്ക്. ഇത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടാണ്. പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഡിജിറ്റിന്റെ സം എത്ര? 7. ആ 7-നെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 2 എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഡിജിറ്റുകളുടെ സമ്മിന്റെ തുകയായിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഡിജിറ്റിന്റെ സം അതായിരിക്കും. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തിരികെ ലഭിക്കുന്ന എമൗണ്ട്, ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമുക്ക് തിരികെ കിട്ടുന്നതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ടിനെ കളഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിന്റെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി കിട്ടുന്നതാണ് ഈ 2. ഇനി ഓപ്ഷൻ പ്രകാരം അക്കങ്ങൾ കൂട്ടപ്പോൾ 2 കിട്ടുന്നത് ആരാന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് നോക്കിയാലോ. 6 4 10 1 11. 11ന്റെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി കഴിയപ്പോൾ 2 കിട്ടും. 6 4 10. അപ്പൊ ഇതിന് ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. ഇതിന് ചാൻസ് ഉണ്ട്. 6 4 10 2 12. 12ന്റെ 1 2 കൂടെ കൂട്ടി 3. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന 2 ആണ്. ഇതൊരിക്കലും ഉത്തരമല്ല. 6 4 10. 10ന്റെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടപ്പോൾ 1. നമുക്ക് കിട്ടിയേക്കുന്ന 2 ആണ്. ഉത്തരമേ അല്ല. 8 4 12 5 17. അക്കങ്ങളെല്ലാം കൂടെ കൂട്ടപ്പോൾ 8. ഇവിടെ കിട്ടിയേക്കുന്ന 2 ആണ്. ഉത്തരമേ അല്ല. 3 ഓപ്ഷൻ പോയ സ്ഥിതിക്ക് ഇത് നമ്മുടെ ഉത്തരം. സംഭവം മനസ്സിലായോ? ഇത് ചെയ്യുമെന്ന് വേണ്ട, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. പഠിക്കേണ്ടത് ആദ്യം പഠിപ്പിച്ചത് തന്നെ. ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. 25,000, 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, 2 വർഷം. 2 അങ്ങോട്ട് മാറ്റിക്കട്ടെ. ഇവിടെ ഇതിന്റെ സം എടുക്കണം 7. ഇതിനോടൊപ്പം 1 കൂട്ടി വെക്കണം 9. 2 വർഷമായപ്പോൾ 9. ഇതിനകത്ത് ഒരു സ്ഥലത്തെങ്കിലും 9 വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അക്കങ്ങളുടെ തുകയുടെ ലാസ്റ്റ് ഡിജിറ്റ് അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി വരുമ്പം ലാസ്റ്റ് നിങ്ങൾക്ക് 9 വരത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. തിരികെ ലഭിക്കുന്ന തുകയാണ്. അപ്പൊ നമുക്ക് എത്ര രൂപ തിരികെ ലഭിക്കുന്നുള്ളതിന്റെ ഉത്തരത്തിന്റെ അക്കങ്ങൾ കൂട്ടിയാൽ 9 കിട്ടും. അതിൽ പ്രിൻസിപ്പൽ എമൗണ്ട് 7 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 25,000. അതിന്റെ അക്കങ്ങൾ കൂട്ടപ്പോൾ 7 ആണ്. ആ 7 കളഞ്ഞാൽ ബാക്കി 2 ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അക്കങ്ങൾ കൂട്ടപ്പോൾ 2 കിട്ടുന്നത് നിലനിർത്തിയിട്ട് വാക്ക് കിട്ടാം. 3 ഓപ്ഷൻ വെട്ടിപ്പോയാൽ നമ്മൾ രക്ഷപ്പെട്ട്. നോ കാൽക്കുലേഷൻ, ഒന്നും വേണ്ട, നമുക്ക് ഉത്തരത്തിലെത്താം. 4116. പക്ഷെ ഇവിടെ എവിടെങ്കിലും കൂടെ 1 കൂടെ 2 വന്നാൽ നമ്മൾ പെട്ടുപോയി കേട്ടോ. അപകടമാണ്. എളുപ്പവഴി മൊത്തം അപകടമാണല്ലോ യഥാർത്ഥത്തിൽ. റിസ്ക്കാ. യഥാർത്ഥ വഴിക്ക് ഒരു റിസ്ക്കും ഇല്ലേ. നമ്മൾ ചെയ്ത 3ാമത്തെ ചോദ്യം, ഇതിനകത്തും കൂടെ അക്കങ്ങളുടെ തുക ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഉത്തരത്തെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ വെറുതെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തേക്കുന്നത്. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്, തീരാൻ പോവാണ് കേട്ടോ, തീർക്കുവാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന, ആദ്യം പഠിച്ചത് വൃത്തിയായി പഠിക്കുക, ഇൻട്രൊഡക്ഷൻ നന്നായി കേൾക്കുക. ഓക്കെ, ആദ്യ ചോദ്യം വരെ എത്തുന്നത് വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കാണുക, നന്നായിരിക്കും. പിന്നീട് ഓരോ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. അതിനുശേഷം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കണ്ടാൽ മതി. ഓക്കെ, ഒന്ന് പഠിച്ചാൽ മതി, പഠിക്കണ്ട, കഷ്ടപ്പെട്ടൊന്നും പഠിക്കണ്ട. അപ്പം 8,000 രൂപ ഈ ഇൻട്രസ്റ്റോടെ ആഡാകുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്ന തുക കിട്ടും. ഞാൻ തിരികെ ലഭിക്കുന്ന തുകയുടെ അക്കങ്ങളുടെ തുക ഒന്ന് കണ്ടുപിടിക്കാൻ പോവാം. തിരികെ ലഭിക്കുന്ന തുകയുടെ അക്കങ്ങളുടെ തുക
അപ്പൊ നമുക്ക് തിരികെ ലഭിക്കുന്ന തുകയാണെന്ന് വിചാരിച്ചോ, പലിശയല്ല, തിരികെ ലഭിക്കുന്ന തുകയാണെന്ന് വിചാരിച്ചോ. അപ്പം ഇതിനകത്ത് അക്കങ്ങളെല്ലാം കൂടെ കൂട്ടപ്പോൾ 8 കിട്ടും. ഇൻട്രസ്റ്റിനോടൊപ്പം 1 ആഡ് ചെയ്യണം. 10നോടൊപ്പം 1 ആഡ് ചെയ്താൽ 11. 11ന്റെ അക്കങ്ങളുടെ തുക വേണം എടുക്കാൻ 2. അങ്ങനെ എത്ര വർഷമുണ്ട്? 3 വർഷം. അപ്പൊ 3 2 എഴുതാം. 1 2 3. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. 2 × 2 4, 4 × 2 8, 8 8 64. ഇതെല്ലാം കൂടെ വീണ്ടും കൂട്ടേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് കിട്ടും 10. വീണ്ടും കൂട്ടുക 1. എന്ന് വെച്ചാൽ തിരികെ ലഭിക്കുന്ന തുക, ആ തിരികെ ലഭിക്കുന്ന തുകയെ A കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അതിന്റെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടും. അപ്പൊ ഓപ്ഷൻ പ്രകാരം 1 ഉള്ളത് ഒരെണ്ണേ ഉള്ളെങ്കിൽ അത് നിങ്ങൾക്ക് കറുപ്പിക്കാനുള്ള ചോയ്സ് ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. 6 4 10, 10 8 18, 18 1 19. അക്കങ്ങൾ കൂട്ടപ്പോൾ നിങ്ങൾക്ക് 10 കിട്ടും. 10ന്റെ അക്കങ്ങളുടെ തുക 1. സാധ്യതയുണ്ട് ഉത്തരത്തിന്. ഉത്തരം അതാണ്, നമ്മൾ കണ്ടുപിടിച്ചും കഴിഞ്ഞിട്ടുണ്ട്. 5 4 9 1 10, 10 8 18, 8 1 കൂട്ടിയ 9. സാധ്യതയേ ഇല്ല. 8 2 10, 10 3 13, 3 1 കൂട്ടിയ 4. സാധ്യതയില്ല. പിന്നെ ഇതിനകത്ത് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. കാരണം ഡെസിമൽ ഫാക്ട് അവർ ഒഴിവാക്കിയിട്ടാണ് ഓപ്ഷൻ എഴുതിയേക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പരിപാടി വീണ്ടും തെറ്റിപ്പോവും, പാളിപ്പോവും. അങ്ങനെയൊക്കെ ഉണ്ട്, റിസ്ക് കൂടുതലാട്ടോ. 8 4 12, 12 7 19 1 20. അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ 2. 1 കിട്ടിയേക്കുന്ന ഒരേ ഒരു സ്ഥലം ഓപ്ഷൻ എ നമ്മുടെ ഉത്തരം. ഓക്കെ.